ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നീനാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ തലക്കറിയാണ്. ഈ തലക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം. തലക്കറി ചെയ്യാനായിട്ട് ചൂര മീനിന്റെ തലയാണ് എടുത്തേക്കുന്നത്. തലക്കറി തയ്യാറാക്കാനായി എണ്ണ ആവശ്യത്തിന് ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. മുളകും ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നാല് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മസാലക്കൂട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 നെല്ലിക്ക വലിപ്പത്തിന് എടുത്ത പുളി വെള്ളത്തിൽ കുതിർത്ത് അതിൽ നിന്ന് എടുത്ത വെള്ളമാണ് ഈ ചേർത്ത് കൊടുത്തത്. ഇനി ഈ പുളി വെള്ളം ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പുളി വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീനിന്റെ തല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്തിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് ഇനി തലയിൽ പിടിച്ചു വരണം. ഈ പുളി വെള്ളത്തിൽ കിടന്ന് ഈ മീൻ നന്നായിട്ട് വെന്ത് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തലക്കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഒന്നുകൂടെ ഒന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. തലയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ ചൂര മീൻ തലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ തലക്കറിയാണ്. ഏത് മീനിന്റെ തലയും ഈ കൂട്ട് ചേർത്ത് നമുക്ക് തലക്കറി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാൻ
സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.